നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. അടി തുടരുന്നു. സതീശനെ ഒതുക്കാൻ സുധാകരൻ. KC വേണുഗോപാലിനെ പോസ്റ്റ്. വനിതാ സമ്മേളനത്തിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കും. മണ്ഡല പുനർനിർണയം ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി. നിതിൻ രാജിന്റെ മരണം ആരോപണ വിധേയരായ ആദ്യവർ ഒളിവിൽ തന്നെ. വേനലവധിക്കാലത്തെ സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ല. നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി. മന്ത്രി ശിവൻകുട്ടി. MDMAയുമായി സോഷ്യൽ മീഡിയ താരം വീണ്ടും പിടിയിൽ. കണ്ണൂരിൽ കുഴൽപ്പണ വിട്ട 2.65 കോടി രൂപയുമായി 2 യുവാക്കൾ പിടിയിൽ. പൊന്നിൻ വിഷു ആഘോഷിച്ച് മലയാളികൾ. വിഷു ആഘോഷത്തിനിടെ ദുരന്തം. കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പൊന്നിൻ വിഷു ആഘോഷിച്ചു മലയാളികൾ. കേരളത്തിൻ്റെ കാർഷിക സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയും പ്രതീകമായി ഇന്ന് വിഷു ആഘോഷിച്ചു. ചൊവ്വാഴ്ചയായിരുന്നു മേടം ഒന്നെങ്കിലും ഇത്തവണ ബുധനാഴ്ചയാണ് വിഷു ആഘോഷം നടന്നത്. കണിക്കൊന്നയും കണിയൊരുക്കാനുള്ള പച്ചക്കറികളും ഫലങ്ങളും അടങ്ങിയ കിറ്റിനും ആവേശക്കാർ ഏറെയായിരുന്നു. കൺസ്യൂമർ സപ്ലൈകോ, കുടുംബശ്രീ തുടങ്ങിയ സംസ്ഥാനത്തെ വിഷുചന്തകൾ നടത്തി. വസ്ത്രാലയങ്ങൾ സജീവമായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനമുണ്ടായി. ശബരിമലയിൽ വിഷുക്കണി ദർശിച്ച ആയിരങ്ങൾ. പുലർച്ചെ 4-നാണ് നട തുറന്നത്. 4:05 മുതൽ 7 വരെ വിഷുക്കണി ദർശനത്തിന് അവസരം ഒരുക്കിയിരുന്നു. തുടർന്ന് അഭിഷേകവും ഉഷപൂജയും നെയ് അഭിഷേകവും നടന്നു. ഗുരുവായൂർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വിഷുക്കണി കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നു. സാംസ്കാരിക സ്ഥാപനങ്ങളും വായനശാലകളും വിഷുക്കണി, പുസ്തക വിഷുക്കണിയും ഒരുക്കിയിരുന്നു. പടക്കം പൊട്ടിച്ചും ആഘോഷങ്ങൾ സദ്യ ഒരുക്കിയും വിഷുവാകെ ആഘോഷിച്ചു. വൈകുന്നേരങ്ങളിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിരവധി തിരക്കുകൾ അനുഭവപ്പെട്ടു. കണ്ണൂരിൽ കുഴൽപ്പണവേട്ട. 2.65 കോടി രൂപയായി 2 യുവാക്കൾ പിടിയിൽ. കാറിൽ കടത്തുകയായിരുന്ന 2.65 കോടി രൂപയുമായി 2 യുവാക്കളെ ടൗൺ പോലീസ് പിടികൂടി. പെരിങ്ങത്തൂർ മത്തിപ്പറമ്പ് സ്വദേശി കെളോത്ത് ഹൗസിൽ അജ്മൽ 25, തലശ്ശേരി പുളിയനമ്പ്രം സ്വദേശി തായുള്ളതിൽ ഹൗസിൽ OP സബിത്ത് 30 എന്നിവരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജിൻ്റെ നിർദ്ദേശത്തെ നടത്തിയ പരിശോധനയിൽ ടൗൺ ഇൻസ്പെക്ടർ SP കൈലാസ്നാഥും സംഘവും ചേർന്ന് പിടികൂടിയത്. പണവും വാഹനവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ആദായനികുതി വകുപ്പിന് കൈമാറും. തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് ഞായറാഴ്ച പുലർച്ചെ 3:30 കണ്ണൂർ കാൽടെക്സ് പരിസരത്ത് നിന്നും പണം പിടിച്ചെടുത്തത്. പുതിയൊരു ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു. KL 13 AV 2688 നമ്പർ കാറിൽ നിന്നാണ് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന അനധികൃത പണം പിടിച്ചെടുത്തത്. കാറിലെ ഡ്രൈവർ സീറ്റിനും മുൻവശത്തെ യാത്രക്കാരൻ്റെ സീറ്റിനും മധ്യഭാഗത്ത് പ്രത്യേകം നിർമ്മിച്ച രഹസ്യ അറയിലാണ് പണം സൂക്ഷിച്ചത്. 500, 200 രൂപയുടെ നോട്ടുകെട്ടുകളാക്കിയാണ് രഹസ്യ അറയിൽ സൂക്ഷിച്ചത്. SIമാരായ അനി O രാജേഷ്, സീനിയർ CPMമാരായ സംഗീത്, വിനീത്, CPMമാരായ സന്ദീപ്, ജിഷ്ണു എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായി. MDMAയുമായി സോഷ്യൽ മീഡിയ താരം വീണ്ടും പിടിയിൽ. സോഷ്യൽ മീഡിയ താരം റിൻസി മുംതാസ് MDMAയുമായി പിടിയിൽ. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിൽ നിന്നാണ് പിടിയിലായത്. റിൻസിക്കൊപ്പം 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈയിലും MDMAയുമായി റിൻസി പിടിയിലായിരുന്നു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് പരിശോധന. 3.58 ഗ്രാം MDMA ഇവരിൽ നിന്നും പിടികൂടി. ലഹരി വിൽപ്പന നടത്താനും ഇവർ പദ്ധതി ഇട്ടിരുന്നതായി സൂചനയുണ്ട്. കോഴിക്കോട് ഫറൂഖ് സ്വദേശിയാണ് റിൻസി. മുൻപ് കാക്കനാട്ടുള്ള ഫ്ലാറ്റിൽ വെച്ചാണ് റിൻസിയെ പിടികൂടിയത്. ചുട്ടുപൊള്ളി കേരളം. മലപ്പുറത്തുനിന്ന് യുവാവിന് സൂര്യതാപമേറ്റു. ചുട്ടുപൊള്ളുന്ന വേനലിൽ കേരളം വെന്തുരുകുന്നു. കനത്ത ചൂടിനെ തുടർന്ന് മലപ്പുറത്ത് യുവാവിന് സൂര്യതാപമേറ്റു. എടക്കര ടൗണിലെ പോസ്റ്റ് ഓഫീസിന് സമീപം ചോയ്സ് സ്പീക്കർ വർക്ക്സ് ഉടമ കൊങ്ങോത്ത് നിസാറിനാണ് ജോലി ചെയ്യുന്നതിനിടെ സൂര്യതാപമേറ്റത്. കടയ്ക്ക് പുറത്തു വെച്ച് വാഹനത്തിൽ സ്റ്റിക്കർ പതിക്കുന്നതിനാണ് സംഭവം. കഴുത്തിനു ചുറ്റും കൈകളിലും ചുവന്ന് തടിക്കുകയും അസഹ്യമായ നീറ്റൽ അനുഭവപ്പെടുകയും ചെയ്തതോടെ നിസാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നേടി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കിടെ മേഖലയിൽ സൂര്യതാപമേൽക്കുന്ന 4ാമത്തെ ആളാണ് നിസാർ. പാലമോട് ഓട്ടോമാറ്റിക് എയർ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം താപനില 38 ഡിഗ്രി സെൽഷ്യസാണ്. എന്നാൽ അന്തരീക്ഷത്തിലെ ആർദ്രത കാരണം ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചൂട് 50 ഡിഗ്രി സെൽഷ്യസ് മുകളിലാണെന്നാണ് വസ്തുത. സാധാരണയായി രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയാണ് അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത കൂടുതൽ. ഈ സമയങ്ങളിൽ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം. സൂര്യപ്രകാശം ദീർഘനേരം നേരിട്ട് ഏൽക്കുന്നത് സൂര്യ പൊള്ളൽ, ചർമ്മരോഗങ്ങൾ,
കണ്ണിന് അസ്വസ്ഥതകൾ, മറ്റ് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. വിഷു ആഘോഷത്തിൻ്റെ ദുരന്തം. കൊയിലാണ്ടിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥി മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടിയിൽ വിഷു ആഘോഷത്തിനിടെ പടക്കം പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം. കൊരയങ്ങാട് തെരുവിൽ അദ്വൈത് 16 മരിച്ചത്. ഗുണ്ട് കയ്യിൽ വെച്ച് പൊട്ടിത്തെറിച്ചാണ് അപകടം. വിഷു ആഘോഷത്തിനായി വാങ്ങിയ പടക്കങ്ങൾ വീടിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ വെച്ച് കൂട്ടുകാർക്കൊപ്പം അദ്വൈത് പൊട്ടിക്കുകയായിരുന്നു. വലിയ ഗുണ്ട് അദ്വൈതിൻ്റെ കയ്യിൽ വെച്ച് പൊട്ടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടം നടന്ന ഉടനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ അദ്വൈതിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കവേ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാവുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ഒതുക്കാൻ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കൂട്ടുപിടിച്ച് K സുധാകരൻ രംഗത്തെത്തി. നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണ അർപ്പിച്ചിരുന്ന സുധാകരൻ ബുധനാഴ്ച KC വേണുഗോപാലിനെ പുകഴ്ത്തി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു. ഇന്ന് കേരളത്തിന് ആവശ്യം ദീർഘദർശിയുള്ള നേതൃത്വമാണ്. കോൺഗ്രസിനും UDFനും ശക്തമായ ദിശാബോധം നൽകാൻ ദേശീയ നേതൃത്വത്തിന് കരുത്തു പകരുന്നതുപോലെ കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി KC വേണുഗോപാൽ ഉയരട്ടെ, K സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. തന്നെ മത്സരിപ്പിക്കുന്നതാവശ്യപ്പെട്ട് വി ഡി സതീശനും സണ്ണി ജോസഫും AICC പ്രസിഡന്റിനെ അയച്ചെന്ന് പ്രചരിക്കുന്ന കത്തുകൾ വ്യാജമാണെന്ന് സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രചരിക്കുന്ന കത്തിലെ വിവരങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ഹൈക്കമാൻഡിനും പരാതി നൽകുമെന്നും സുധാകരൻ പറഞ്ഞു. സുധാകരന് പിന്നാലെ KC വേണുഗോപാലിനെ പുകഴ്ത്തി സന്ദീപ് വാര്യരും രംഗത്തെത്തി. കോൺഗ്രസിലേക്ക് തന്നെ കൈപിടിച്ച് കൊണ്ടുവന്നത് KC ആണെന്നും സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു. വനിതാ സമ്മേളനത്തിലെ മറവിൽ മണ്ഡല പുനർനിർണയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർക്കും. വനിതാ സമ്മേളനത്തിലെ മറവിൽ പഴയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തി ലോക്സഭ നിയമസഭാ സീറ്റുകൾ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തെ ഒറ്റക്കെട്ടായി എതിർക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചു. ബില്ലുകളെ എതിർത്ത് പ്രതിപക്ഷം വോട്ട് ചെയ്യുക. വനിതാ സംവരണത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെടുന്ന സർക്കാർ രീതി രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭരണഘടനാ ഭേദഗതിയെ സഭയിൽ ശക്തമായി നേരിടുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി. ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, സഞ്ജയ് റാവത്ത്, നിലോത്പൽ ബസു, ആനി രാജ, ഒമർ അബ്ദുള്ള, TR ബാലു, ജോസ് കെ മാണി, NK പ്രേമേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. വ്യാഴാഴ്ച ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മണ്ഡല പുനർനിർണയ ബിൽ 2026, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി ബിൽ 2026, 131 ഭരണഘടനാ ഭേദഗതി ബിൽ 2026 എന്നിവയാണ് കേന്ദ്രം കൊണ്ടുവരുന്നത്. സംസ്ഥാന സർക്കാരുകളുമായും പ്രതിപക്ഷവുമായും ഇക്കാര്യത്തിൽ കൂടിയാലോചന നടത്തിയിട്ടില്ല. ചൊവ്വാഴ്ച മാത്രമാണ് ബില്ലുകളുടെ പകർപ്പുകൾ അംഗങ്ങൾക്ക് കേന്ദ്രം വിതരണം ചെയ്തത്. മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം വെട്ടിക്കുറയ്ക്കുമെന്ന ആശങ്കകൾക്ക് കേന്ദ്രം മറുപടി നൽകിയിട്ടില്ല. ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് ഗണ്യമായി കൂടും. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ശുഷ്കമാകും. ബില്ലുകളുടെ ബന്ധപ്പെട്ട് അനൗദ്യോഗിക ചർച്ചകളിൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായ ആനുപാതിക വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള കരടിൽ ഇതേക്കുറിച്ച് പരാമർശമില്ല. മണ്ഡല പുനർനിർണയം എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ധൃതിയിൽ നടത്താൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനത്തിൽ അവതരിക്കപ്പെടുന്ന ബില്ലും 2011 സെൻസസ് അടിസ്ഥാനമാക്കി മുന്നോട്ട് വെക്കുന്ന അതിലെ നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും തുല്യനീതിയെയും സാരമായി ബാധിക്കുന്നതാണ്. സംസ്ഥാനങ്ങളുമായി സമവായത്തിൽ എത്താതെയാണ് ഇത്തരം നിർണായക വിഷയത്തിൽ കേന്ദ്രം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ ആശങ്കാജനകമാണെന്നും കേന്ദ്ര സർക്കാർ ഈ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. നിതിൻ രാജിന്റെ മരണം ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തന്നെ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തന്നെ. ഡോക്ടർ M. K. റാം, ഡോക്ടർ സംഗീത നമ്പ്യാർ എന്നിവരാണ് ഒളിവിൽ തുടരുന്നത്. അതേസമയം നിതിൻ രാജ് സുഹൃത്തിനോട് സംസാരിക്കുന്ന പുതിയ ശബ്ദ സന്ദേശവും പുറത്തു വന്നു. ചില അധ്യാപകരിൽ നിന്ന് നിതിൻ രാജിനെ കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ശബ്ദ സന്ദേശം. എന്തു വന്നാലും പഠനം പൂർത്തിയാക്കുമെന്നും ഡോക്ടറാകുമെന്നുമാണ് നിതിൻ സുഹൃത്തിനോട് പറയുന്നത്. അതേസമയം ആരോപണ വിധേയരായ അധ്യാപകൻ ഡോക്ടർ റാമും ഡോക്ടർ സംഗീത നമ്പ്യാരും ഒളിവിൽ തുടരുകയാണ്. ഇവരെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും സൂചനയുണ്ട്. വ്യാഴാഴ്ച അന്വേഷണ സംഘം നിതിൻ രാജിന്റെ സഹപാഠികളുടെ മൊഴിയെടുക്കും. അവസാന വർഷ വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരണ സമരം തുടരുകയാണ്. വിദ്യാർത്ഥികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ റാമിനെ പുറത്താക്കാൻ മാനേജ്മെന്റ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല.
ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി ഡോക്ടർ റാമിനെതിരെ നടപടിയെടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. എന്നാൽ മരണത്തിന് സംശയമുണ്ടെന്നും എന്ത് ചികിത്സയിലാണ് നിതിന് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും നിതിൻ രാജിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. വേനൽ അവധിക്കാലത്തെ സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ല, നിയമം ലംഘിക്കുന്നവർക്ക് നടപടിയെടുക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി. സ്പെഷ്യൽ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത് വേനൽക്കാലത്ത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ശിവൻകുട്ടി അറിയിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ വ്യവസ്ഥകൾ പ്രകാരം മാർച്ച് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസം മുതൽ മെയ് മാസം വരെ കുട്ടികൾക്ക് വേനലവധി അനുവദിച്ചിട്ടുള്ളതാണ്. ഇത് കൃത്യമായി പാലിക്കണമെന്നും ചട്ടവിരുദ്ധമായി ക്ലാസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചുട്ടുകൊള്ളുന്ന വേനൽ ചൂട് കണക്കിലെടുത്ത് തൊഴിലാളികൾക്ക് ഉൾപ്പെടെ സർക്കാർ പുതുക്കിയ തൊഴിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളെ വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നത് അവരുടെ മൗലിക അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും ലംഘനമാണ്. കഠിനമായ ചൂടിൽ സ്കൂളുകളിലെ പഠന അന്തരീക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ബാലാവകാശ കമ്മീഷന്റെയും കോടതികളുടെയും മുൻ ഉത്തരവുകൾ പ്രകാരം കുട്ടികളുടെ അവധിക്കാലം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് പുറമെ CBSE, ICSE തുടങ്ങിയ എല്ലാ സ്ട്രീമുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയവും ഈ നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അവധിക്കാല ക്ലാസുകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ യാതൊരു കാരണവശാലും സ്പെഷ്യൽ ക്ലാസുകൾ അനുവദിക്കില്ലെന്നും ഇത് ലംഘിക്കുന്ന വിദ്യാലയങ്ങളെ നിരീക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 17 മുതൽ മാർച്ച് 11 വരെയാണ് പരീക്ഷകൾ നടന്നത്. ഏകദേശം 25 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വെബ്സൈറ്റുകളിൽ റിസൾട്ടുകൾ ലഭ്യമാണ്. പ്രത്യേക വാർത്താ സമ്മേളനമൊന്നും CBSE പരീക്ഷാഫല പ്രഖ്യാപനം സംബന്ധിച്ച് നടത്തില്ല. വിശദവിവരങ്ങളും വിജയസാധനവും CBSE ഔദ്യോഗിക സൈറ്റിലൂടെയാണ് പ്രസിദ്ധീകരിക്കുക. സർവകാല റെക്കോർഡിൽ വൈദ്യുതി ഉപയോഗം, പവർ കട്ടും ബിൽ വർധനവും ഉണ്ടാകില്ലെന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുമ്പോഴും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പുറത്തുനിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങേണ്ടി വരുമെങ്കിലും വൈദ്യുതി ബിൽ കൂടില്ലെന്നും സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകില്ലെന്നും മന്ത്രി ഒരു സ്വകാര്യ മാധ്യമത്തിലൂടെ പറഞ്ഞു. അടിയന്തര അവലോകന യോഗം നാളെ ചേരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം റെക്കോർഡുകൾ തകർത്ത് കുതിക്കുകയാണ്. വേനൽ ചൂട് 40 ഡിഗ്രി വരെ ഉയർന്നപ്പോൾ തിങ്കളാഴ്ച വേണ്ടി വന്നത് 11.216 കോടി യൂണിറ്റ് വൈദ്യുതിയാണ്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യവും സർവകലാശാല റെക്കോർഡിലാണ്. തിങ്കളാഴ്ച 5933 മെഗാവാട്ടായിരുന്നു ഏറ്റവും ഉയർന്ന വൈദ്യുതി ആവശ്യം. മാർച്ച് 26 5836 എന്ന റെക്കോർഡാണ് തകർന്നത്. തിങ്കളാഴ്ച പുറത്തുനിന്നും 86.014 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വാങ്ങി. ആഭ്യന്തര ഉൽപ്പാദനം 26.147 ദശലക്ഷം യൂണിറ്റാണ്. ഇതിൽ 10.56 ദശലക്ഷം യൂണിറ്റ് ഇടുക്കിയിൽ നിന്ന് മാത്രമാണ്. സോളാറിൽ നിന്നും കാറ്റിൽ നിന്നുമായി 2.23 ദശലക്ഷം യൂണിറ്റും ഉൽപ്പാദിപ്പിച്ചു. മുൻകാലങ്ങളിൽ പീക്ക് ലോഡ് ആവശ്യം വൈകിട്ട് 6 മുതൽ 10 വരെ ആയിരുന്നത് ഇപ്പോൾ പുലർച്ചെ വരെ ആയിട്ടുണ്ട്. പുലർച്ചെ 2-ന് ശേഷമാണ് ഉപയോഗം 5000 മെഗാവാട്ടിൽ താഴെയെത്തുന്നത്. പ്രവചനങ്ങൾക്കും കണക്കുകൂട്ടലും അപ്പുറം വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുമ്പോഴും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നിട്ടില്ല. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.